വെൽക്കം ടു ബയോളജി ആശൻ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് പ്ലാസ്റ്റിഡ്സ്. പ്ലാസ്റ്റിഡ് എന്നാൽ നമ്മുടെ പ്ലാന്റ് സെൽസിലും അതുപോലെ യൂഗ്ലിനോയിഡ്സിലും മാത്രം കാണുന്ന ഒരു സ്പെഷ്യൽ ഓർഗനലാണ്. യൂഗ്ലിനോയിഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആൽഗയാണ്. അത് ലോക്കോമോഷൻ കാണിക്കുന്നുണ്ട്, അതായത് അതിന് ഫ്ലജെല്ല റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ ഒരു സിംഗിൾ സെൽ ഓർഗാനിസമാണ്. അപ്പോൾ ഈ യൂഗ്ലിനോയിഡ്സിലും അതുപോലെ പ്ലാന്റ്സിലും മാത്രമേ പ്ലാസ്റ്റിഡ്സ് പ്രസൻ്റ് ആയിട്ടുള്ളൂ. പ്ലാസ്റ്റിഡ് എന്ന് പറയുന്ന ടേം ആദ്യമായി കോയിൻ ചെയ്ത സയൻറ്റിസ്റ്റ് ഇ ഹേക്കൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം 1866 ആദ്യമായി പ്ലാസ്റ്റിഡ് എന്ന ടേം കോയിൻ ചെയ്യുന്നത്. പ്ലാസ്റ്റിഡ്സിന് പ്രധാനമായിട്ടും രണ്ട് ഫങ്ഷൻസ് ആണുള്ളത്, രണ്ട് ധർമ്മങ്ങളാണുള്ളത്. ആദ്യത്തെ ഫങ്ഷൻ ഇത് നമ്മുടെ ഫുഡിനെ സിന്തസൈസ് ചെയ്യുന്നു. അതായത് പ്ലാന്റ്സിനകത്തും യൂഗ്ലിനോയിഡ്സിനകത്തും അതിൻ്റെ ഫുഡിനെ സിന്തസൈസ് ചെയ്യുന്നത് ഈ പ്ലാസ്റ്റിഡ്സ് ആണ്. പ്ലാന്റ്സിനകത്ത് ഫുഡിനെ സിന്തസൈസ് ചെയ്യുന്നതാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഈ ഫോട്ടോസിന്തസിസ് എന്ന പ്രക്രിയ നടക്കുന്നത് പ്ലാസ്റ്റിഡ്സിലാണ്. രണ്ടാമതായി പറയുകയാണെങ്കിൽ ഫുഡിൻ്റെ സ്റ്റോറേജ്, അതായത് നമ്മൾ പ്ലാസ്റ്റിഡ്സ് ഉണ്ടാക്കിയ ഫുഡ് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതും പ്ലാസ്റ്റിഡ്സിൽ തന്നെയാണ്. അതായത് അതിൻ്റെ കാർബോഹൈഡ്രേറ്റ്സ്, ലിപ്പിഡ്സ്, പ്രോട്ടീൻസ് പോലെയുള്ള ഫുഡ് മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യുന്നതും പ്ലാസ്റ്റിഡ്സിലാണ്. പ്ലാസ്റ്റിഡ്സിനെ നമ്മൾ പ്രധാനമായും 3 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതായത് പ്ലാസ്റ്റിഡ്സിനകത്ത് പിഗ്മെന്റ്സ് അല്ലെങ്കിൽ വർണ്ണകങ്ങൾ പ്രസൻ്റ് ആണ്. ഈ വർണ്ണകങ്ങളുടെ ബേസിൽ ഏത് വർണ്ണകമാണോ അതിനകത്തുള്ളത് എന്നതിൻ്റെ ബേസിൽ ഇതിനെ 3 തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് ക്ലോറോപ്ലാസ്റ്റ്, രണ്ടാമത്തത് ക്രോമോപ്ലാസ്റ്റ്, മൂന്നാമത്തത് ല്യൂക്കോപ്ലാസ്റ്റ്. ആദ്യമായി പറയുകയാണെങ്കിൽ നമുക്ക് ക്ലോറോപ്ലാസ്റ്റിനെ കുറിച്ച് പറയാം. പ്ലാസ്റ്റിഡ്സിലുള്ള വർണ്ണകം പച്ച നിറത്തിലുള്ളതാണെങ്കിൽ, അതായത് ഗ്രീൻ കളർ പിഗ്മെന്റ് പ്രസന്റഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിഡ്സിന് നമ്മൾ പറയുന്ന പേരാണ് ക്ലോറോപ്ലാസ്റ്റ്. ഈ ക്ലോറോപ്ലാസ്റ്റിൽ അടങ്ങിയിട്ടുള്ള പച്ച കളറുള്ള പിഗ്മെന്റിന്റെ പേരാണ് ക്ലോറോഫിൽ. ക്ലോറോഫിലാണ് ഇവിടുത്തെ പിഗ്മെന്റ്. അത് പച്ച നിറത്തിലുള്ളതായിരിക്കും. നമ്മൾ ഈ ഗ്രീൻ പ്ലാന്റ്സ് അതുപോലെ പച്ച നിറത്തിലുള്ള സസ്യങ്ങൾ ഇവയ്ക്ക് പച്ച നിറം നൽകുന്നത്, ഗ്രീൻ കളർ നൽകുന്നത് ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെന്റ് ആണ്. ക്ലോറോപ്ലാസ്റ്റിനകത്തുള്ള ഗ്രീൻ കളർ പിഗ്മെന്റ് ക്ലോറോഫിൽ ആണ് അതിന് ഗ്രീൻ കളർ നൽകുന്നത്. മാത്രമല്ല ക്ലോറോപ്ലാസ്റ്റ് കാണപ്പെടുന്നത് ഇലകളിലെ മീസോഫിലിക് സെൽസിലായിരിക്കും. ലീവ്സിന്റെ മീസോഫിലിക് സെൽസിലായിരിക്കും ക്ലോറോപ്ലാസ്റ്റ് പ്രസന്റ് ആയിരിക്കുക. മാത്രമല്ല ഈ ക്ലോറോപ്ലാസ്റ്റിന്റെ സൈസ് അതുപോലെ അതിന്റെ നമ്പർ, ഇത് രണ്ടും പല സ്പീഷീസ് അനുസരിച്ച്, പ്ലാന്റിന്റെ പല സ്പീഷീസ് അനുസരിച്ച് പലതായിരിക്കും. പല സ്പീഷീസ് ഓഫ് പ്ലാന്റ്സിലും പല നമ്പറും പല സൈസും ആയിരിക്കും. ഒരിക്കലും ഇത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കില്ല. ഇനി നമുക്ക് ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചറിലേക്ക് കടക്കാം. ഇതാണ് ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ. ക്ലോറോപ്ലാസ്റ്റ് ഒരു ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ആണ്. നമുക്കിവിടെ കാണാം, ഇതാണ് അതിൻ്റെ ഔട്ടർ മെംബ്രെയിൻ, അതുപോലെ അതിന് ഒരു ഇന്നർ മെംബ്രെയിനും ഉണ്ട്. ഇന്നർ മെംബ്രെയിൻ ഔട്ടർ മെംബ്രെയിനേക്കാൾ ലെസ് പെർമിയബിൾ ആണ്. അതായത് പെർമിയബിലിറ്റി ഇന്നർ മെംബ്രെയിനിൽ കുറവാണ്. അതായത് ഔട്ടർ മെംബ്രെയിൻ കടത്തിവിടുന്ന എല്ലാത്തിനെയും ഇന്നർ മെംബ്രെയിൻ കടത്തിവിടില്ല. അത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചില അയോൺസിന് മാത്രമേ, അല്ലെങ്കിൽ അതിന് വേണ്ട മോളിക്യൂൾസിന് മാത്രമേ അത് ട്രാൻസ്പോർട്ട് ചെയ്യുകയുള്ളൂ. പിന്നെ ഇന്നർ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ അത് റിച്ച് ഇൻ പ്രോട്ടീൻസ് ആണ്. ഇന്നർ മെംബ്രെയിനിൽ നമുക്ക് ധാരാളം പ്രോട്ടീൻസ് കാണാൻ കഴിയും. അതുപോലെ ഇന്നർ മെംബ്രെയിൻ്റെയും ഔട്ടർ മെംബ്രെയിൻ്റെയും ഇടയ്ക്കൊരു സ്പേസ് ഉണ്ട്. അതാണ് നമ്മൾ പെരിപ്ലാസ്റ്റിഡ് സ്പേസ് എന്ന് പറയുന്നത്. ശേഷം നമുക്ക് കാണാൻ കഴിയും ഇന്നർ മെംബ്രെയിൻ്റെയും ഔട്ടർ മെംബ്രെയിൻ്റെയും അകത്തായിട്ട് കാണുന്ന ഈ വോളിയം, അതിനാണ് നമ്മൾ സ്ട്രോമ എന്ന് പറയുന്നത്. ഈ റെഡ് ഡോട്ട്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന, അതായത് ഇന്നർ മെംബ്രെയിൻ്റെ അകത്ത് വരുന്ന സ്പേസ്, അതിനാണ് നമ്മൾ സ്ട്രോമ എന്ന് പറയുന്നത്. സ്ട്രോമ അവിടെ നമുക്ക് കാർബൺ അസിമിലേഷന് വേണ്ടിയിട്ടുള്ള DNA അതുപോലെ റൈബോസോംസ് എല്ലാം പ്രസന്റ് ആണ്. അതായത് ഇതാണ് ജെനറ്റിക് മെറ്റീരിയൽ. അതുപോലെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇത് റൈബോസോംസ് ആണ്, ഇത് അതുപോലെ ജെനറ്റിക് മെറ്റീരിയൽ DNA ആണ്. കാർബൺ അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള കാർബണ് ലീവ്സ് തന്നെ, ഇലകൾ തന്നെ അത് ഓർഗാനിക് ഫോമിലോട്ട്, പ്ലാന്റ്സിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് കാർബൺ അസിമിലേഷൻ. അതിന് വേണ്ടിയിട്ടുള്ള ജെനറ്റിക് മെറ്റീരിയൽ അതുപോലെ റൈബോസോംസും പ്ലാസ്റ്റിഡ്സിലാണ് പ്രസന്റ് ആയിട്ടുള്ളത്. പിന്നെ ജെനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുകയാണെങ്കിൽ അതൊരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ്. പിന്നെ ജെനറ്റിക് മെറ്റീരിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു സർക്കുലർ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണ്. ശേഷം പറയുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ കഴിയും, ഇവിടെ കോയിൻസിന്റെ പൈൽസ് പോലെ
അതായത് നാണയത്തുട്ടുകൾ അടുക്കി വെച്ചിരിക്കുന്ന പോലെ നമുക്കൊരു സ്ട്രക്ചർ കാണാൻ കഴിയും. ഇതിനാണ് നമ്മൾ ഗ്രാനം എന്ന് പറയുന്നത്. ഇതുപോലത്തെ കുറേ സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാൻ കഴിയും. അതിനാണ് ഗ്രാനം എന്ന് പറയുന്നത്. അതിൻ്റെ ഓരോ ഇൻഡിവിജ്വൽ, അതായത് ഓരോ കോയിൻസ് എന്ന് വേണമെങ്കിൽ പറയാം, അതിനാണ് നമ്മൾ ഗ്രാന തൈലക്കോയിഡ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാം, ഇതാണ് ഓരോ കോയിൻസിന്റെ പൈൽസ് അടുക്കി വെച്ചിരിക്കുന്ന പോലെ, അത് ഗ്രാനമാണ്. അതിനകത്തുള്ള ഓരോ ഇൻഡിവിജ്വൽ കോയിൻസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആ സെഗ്മെന്റ്സ് ആണ് നമുക്ക് ഗ്രാന തൈലക്കോയിഡ് എന്ന് കഴിയുന്നത്. പിന്നെ നമുക്ക് കാണാൻ കഴിയും രണ്ട് അഡ്ജസന്റ് ആയിട്ടുള്ള ഗ്രാനാസിനെ ബന്ധിപ്പിക്കുന്ന തൈലക്കോയിഡ്, അതായത് രണ്ട് സമീപത്തുള്ള രണ്ട് അടുത്തിരിക്കുന്ന ഗ്രാനിൻസിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു തൈലക്കോയിഡ്. അത് നമുക്കിവിടെ സ്ട്രോമ ലാമെല്ല എന്നാണ് അതിന് പറയുന്നത്. ഇത് രണ്ട് ഗ്രാനമാണ്, അതിനെ ബന്ധിപ്പിക്കുന്നത് ഈ തൈലക്കോയിഡാണ്. ഇത് ഗ്രാനമാണ്, ഇത് ഗ്രാനമാണ്. അതിനെ ബന്ധിപ്പിക്കുന്ന തൈലക്കോയിഡിനെയാണ് നമ്മൾ സ്ട്രോമ ലാമെല്ല എന്ന് പറയുന്നത്. തൈലക്കോയിഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോ തൈലക്കോയിഡും ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ആണ്. നമ്മൾ പറഞ്ഞു ക്ലോറോപ്ലാസ്റ്റ് ഒരു ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ആണ്. അതുപോലെ തന്നെ ഇതിനകത്തുള്ള ഓരോ തൈലക്കോയിഡും ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ആണ്. മാത്രമല്ല ഈ തൈലക്കോയിഡിന്റെ അകത്തുള്ള സ്പേസിനാണ് നമ്മൾ ലൂമൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് കാണാൻ കഴിയും ഓരോ തൈലക്കോയിഡിന്റെയും അകത്ത് സ്പേസസ് ഉണ്ട്. ആ സ്പേസസിനാണ് നമ്മൾ ലൂമൻ എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഈ ക്ലോറോപ്ലാസ്റ്റിനകത്ത് ഗ്രീൻ കളേർഡ് പിഗ്മെന്റ് ക്ലോറോഫിൽ പ്രസന്റ് ആണ്. അപ്പോൾ ക്ലോറോഫില് പ്രസന്റ് ആയിട്ടുള്ളത് തൈലക്കോയിഡിന്റെ അകത്ത് ഈ ലൂമനകത്താണ് ക്ലോറോഫിൽ പ്രസന്റ് ആയിട്ടുള്ളത്. അതാണ് നമുക്ക് ഫോട്ടോസിന്തസിസിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ. ഫോട്ടോസിന്തസിസിനകത്തെ ലൈറ്റ് റിയാക്ഷൻ, ഫോട്ടോസിന്തസിസ് രണ്ട് റിയാക്ഷൻസ് ആണ്, ലൈറ്റ് റിയാക്ഷൻ അതുപോലെ ഡാർക്ക് റിയാക്ഷൻ. ഫോട്ടോസിന്തസിസിനകത്തെ ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത് ഈ ഗ്രാനയിലും അതുപോലെ ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത് സ്ട്രോമയിലുമായിരിക്കും. ലൈറ്റ് റിയാക്ഷൻ ഗ്രാനയിലും ഡാർക്ക് റിയാക്ഷൻ ഈ ബാക്കിയുള്ള സ്പേസ് അഥവാ സ്ട്രോമയിലുമായിരിക്കും നടക്കുന്നത്. മാത്രമല്ല ഗ്രാനയിലുള്ള ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ടുള്ള കുറേ സബ് യൂണിറ്റ്സ് ഉണ്ട്. ഫോട്ടോസിന്തറ്റിക് സബ് യൂണിറ്റ്സ് അല്ലെങ്കിൽ അതിനെ ക്വാണ്ടോസോം എന്നും നമ്മൾ പറയാറുണ്ട്. ഇനി ക്ലോറോപ്ലാസ്റ്റിന്റെ ഫങ്ഷൻസ് പറയാം. പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ക്ലോറോപ്ലാസ്റ്റിന്റെ ഫംഗ്ഷൻ ഫോട്ടോസിന്തസിസ് ആണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത് ഞാൻ പറഞ്ഞു ഇവിടെ ഓൾറെഡി DNA അതുപോലെ റൈബോസോംസും പ്രസന്റ് ആണ്. DNA റൈബോസോമും പ്രസന്റ് ആയതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിഡ്സ് അഥവാ ക്ലോറോപ്ലാസ്റ്റ് സ്വന്തമായി പ്രോട്ടീൻസിനെ സിന്തസൈസ് ചെയ്യുന്നുണ്ട്. ഫോട്ടോസിന്തസിസും പ്രോട്ടീൻ സിന്തസിസുമാണ് ക്ലോറോപ്ലാസ്റ്റിന്റെ പ്രധാനപ്പെട്ട രണ്ട് ഫംഗ്ഷൻസ്. ഇതോടുകൂടി നമുക്ക് ക്ലോറോപ്ലാസ്റ്റ് ഇവിടെ കംപ്ലീറ്റഡ് ആയി. അടുത്തതായി ഉള്ള പ്ലാസ്റ്റിഡ് ആണ് ക്രോമോപ്ലാസ്റ്റ്. നമ്മൾ പറയുന്നു ഗ്രീൻ പിഗ്മെന്റ് പ്രസന്റ് ആയിട്ടുള്ള പ്ലാസ്റ്റിഡ്സ് ആണ് ക്ലോറോപ്ലാസ്റ്റ്. എന്നാൽ ക്രോമോപ്ലാസ്റ്റ്, അതായത് രണ്ടാമത്തത് ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഗ്രീൻ അല്ലാത്ത മറ്റേത് കളറും, അഥവാ നമുക്ക് ക്യാരറ്റിനകത്ത് ഓറഞ്ച് അതുപോലെ മറ്റ് പല കളറുമുള്ള പിഗ്മെന്റ്സ് പ്രസന്റഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിഡ്സിന് നമ്മൾ ക്രോമോപ്ലാസ്റ്റ് എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള പിഗ്മെന്റ്സ് കരോട്ടിനോയിഡ് അതുപോലെ സാന്തോഫിൽ, ഇതെല്ലാം പിഗ്മെന്റ്സ് ആണ്. ഇത് ഒന്നും ഗ്രീൻ കളർ അല്ല. ഇപ്പോൾ ഗ്രീൻ കളർ അല്ലാത്ത പിഗ്മെന്റ്സ് അടങ്ങിയിട്ടുള്ള പ്ലാസ്റ്റിഡ്സിനാണ് നമ്മൾ ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഈ ക്രോമോപ്ലാസ്റ്റ് കാരണമായിട്ടാണ് നമ്മുടെ ഫ്രൂട്ട്സ് അതുപോലെ ഫ്ലവേഴ്സ് ഇതിനെല്ലാം റെഡ് കളർ അതുപോലെ ഓറഞ്ച് കളർ ഇതെല്ലാം ലഭിക്കുന്നത്. ക്രോമോപ്ലാസ്റ്റിനെ കുറിച്ച് അത്രയേ ഉള്ളൂ. മൂന്നാമതായി പറയുന്നതാണ് ലൂക്കോപ്ലാസ്റ്റ്. ലൂക്കോപ്ലാസ്റ്റ് എന്ന കളർലെസ് ആയിട്ടുള്ള പ്ലാസ്റ്റിഡ്സിനെയാണ് നമ്മൾ ക്രോമോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും കാണപ്പെടുന്നത് ചില ഫ്രൂട്ട്സിലും അതുപോലെ പ്ലാന്റ്സിന്റെ സ്റ്റോറേജ് ഓർഗൻസിലുമാണ്. അതായത് പ്ലാന്റ്സിന്റെ തന്നെ സ്റ്റോറേജ് ഓർഗൻസ് ആണ് അതിന്റെ ട്യൂബേഴ്സ് അതുപോലെ അതിന്റെ സീഡ്സ് അതുപോലെ റൈസോംസ്. ഈ ധാന്യങ്ങളും മുതലായവയെല്ലാം ഫുഡിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഓർഗൻസ് ആണ് പ്ലാന്റ്സിന്റെ. ഇവിടെ കാണുന്ന പ്ലാസ്റ്റിഡ്സ് ആണ് ലൂക്കോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്, അഥവാ അത് കളർലെസ് പ്ലാസ്റ്റിഡ്സ് ആയിരിക്കും. അങ്ങനെ കളർലെസ് പ്ലാസ്റ്റിഡ്സിന് നമ്മൾ പറയുന്ന പേരാണ് ലൂക്കോപ്ലാസ്റ്റ്. ഈ ലൂക്കോപ്ലാസ്റ്റിനെ നമ്മൾ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ പറഞ്ഞു ഫുഡ് മെറ്റീരിയൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിഡ്സ് ഓർഗൻസിലാണ് ഈ പ്ലാസ്റ്റിഡ്സ് ലൂക്കോപ്ലാസ്റ്റ് എന്ന് പറയുന്ന പ്ലാസ്റ്റിഡ്സ് കാണപ്പെടുന്നത്. അത് മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതായത് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്താണോ അതനുസരിച്ച് ഇതിനെ മൂന്നാക്കി തിരിച്ചിട്ടുണ്ട്. അമൈലോപ്ലാസ്റ്റ്, അല്യൂറോപ്ലാസ്റ്റ് ആൻഡ് ഇലിയോപ്ലാസ്റ്റ്. അമൈലോപ്ലാസ്റ്റ് എന്ന് പറയുന്നത് ഈ പ്ലാസ്റ്റിക്സിനകത്ത് കാർബോഹൈഡ്രേറ്റ്സ് ആണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് സ്റ്റാർച്ചിന്റെ രൂപത്തിൽ കാർബോഹൈഡ്രേറ്റ്സ് ആണ് അമൈലോപ്ലാസ്റ്റ് എന്ന് പറയുന്ന പ്ലാസ്റ്റിക്സ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്, അവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഫുഡ് മെറ്റീരിയൽ. രണ്ടാമത്തെ പറയുകയാണെങ്കിൽ അല്യൂറോപ്ലാസ്റ്റ്. അല്യൂറോപ്ലാസ്റ്റിൽ പ്രോട്ടീൻ ആണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. മൂന്നാമതായി ഇലിയോപ്ലാസ്റ്റ്. ഇലിയോപ്ലാസ്റ്റിൽ ഓയിൽസ് അതുപോലെ ഫാറ്റ്സ് മുതലായവയാണ് ഇലിയോപ്ലാസ്റ്റിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്.
അങ്ങനെ നമ്മൾ പ്ലാസ്റ്റിഡ്സ് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. കൂടുതൽ വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ വലിയ സജഷൻസ് ഞങ്ങൾക്ക് ആവശ്യമാണ്. അത് കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യുക. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.